ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിൽ അശോക് അയച്ചതാണ്. മാഡം, എൻ്റെ പേര് അശോക്, 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 8 മാസമായി. 2 വർഷമായി ഞാൻ പ്രേമിച്ചൊരു പെൺകുട്ടിയുമായി ഒളിച്ചോടിപ്പോയതാണ് മാഡം. അവൾ വേറൊരു മതസ്ഥയായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാർ രണ്ടുപേരും സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ ഒളിച്ചോടിപ്പോയി. പക്ഷേ വിവാഹമൊന്ന് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിച്ചില്ല. അവളുടെ വീട്ടുകാർ വളരെ പ്രബലരായുള്ള ആൾക്കാരായിരുന്നു. അവളെ വന്ന് അവർ ബലമായി എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയി. പിന്നീട് ഞാൻ അവളെ കണ്ടില്ല. അവൾ വേറെ കല്യാണം കഴിച്ച് സെറ്റിലായി. വിദേശത്തും കണ്ട് അവർ പറഞ്ഞു വിട്ടു. പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആ ഒരു പ്രേമ തകർച്ചയിൽ വീട്ടിൽ തിരിച്ചു വന്നു. വീട്ടുകാർ എന്നെ ഒത്തിരി കുറ്റപ്പെടുത്തി. അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ജോലിക്കൊക്കെ ട്രൈ ചെയ്തു. പിന്നീട് ജോലി സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ വരികയുള്ളൂ. അപ്പോഴേക്കും അമ്മയുടെ കണ്ണീരും കയ്യുമൊക്കെ കണ്ടിട്ട്, നീ കല്യാണം കഴിക്കണം, എന്തായാലും നീ പ്രേമിച്ച പെണ്ണിനെ ഞങ്ങൾ ആരുമല്ല പിടിച്ചുകൊണ്ട് പോകുന്നത്, അവളുടെ വീട്ടുകാർ തന്നെയല്ലേ, നിനക്ക് പോരാടി അവളെ രക്ഷിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ കുറ്റമല്ല, ഞങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല, ആ ഒരു മതത്തിൽ നിന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞതുമാണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഒളിച്ചോടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ പുറകെ ഒന്നും വന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ ഒത്തിരി സമാധാനപ്പെടുത്തി. അവസാനം ഒരു കല്യാണം കഴിക്കാമെന്ന് ഞാനും സമ്മതിച്ചു മാഡം. ജാതകമൊക്കെ നോക്കി തന്നെയാണ് കല്യാണത്തിന് മുന്നേറിപ്പോയത്. അതിനിടയ്ക്ക് നല്ലൊരു പെൺകുട്ടി, അതായത് എൻ്റെ പഴയ കാമുകിയുടെ അതേ ചായ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതേ ടൈപ്പ് ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. എനിക്കിഷ്ടപ്പെട്ടു. അവിടെ അമ്മായിയമ്മ മാത്രമേ ഉള്ളൂ. അവർ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ്. ഭർത്താവ് മരിച്ചു പോയതാണ്. ഇപ്പോൾ അവർക്ക് ധാരാളം സ്വത്തുക്കളും മറ്റുമെല്ലാമുണ്ട്. അവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി, വീട്ടുകാർ പറയുന്ന പോലെയല്ല, കള്ളത്തരങ്ങളൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ആ പെൺകുട്ടിയോട് പറഞ്ഞില്ലെങ്കിലും അമ്മയോട് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ പറയണം എന്നോർത്ത് ഒരു ദിവസം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവരെ ഫോൺ വിളിച്ചു. നേരിട്ട് കാണുമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ടൗണിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ പെൺകുട്ടിയാണ് ഞാൻ പ്രേമിച്ചത്. ഒളിച്ചോടിപ്പോയി. നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ ആലോചന മുറുകുമ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അവൾ അറിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് ഈ കല്യാണം വേണ്ട, ഞാൻ പിന്മാറുകയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഇനി നടക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, അതിനെന്താ, ഞാൻ അറിഞ്ഞല്ലോ, നേരത്തെ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിരുന്നു, അതൊന്നും വലിയ കാര്യമില്ല. കല്യാണത്തിന് മുമ്പ് എനിക്ക് 2 പ്രണയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മോൾക്കും കാണും. അത് ഒളിച്ചോടിപ്പോകുന്ന രീതിയിലൊന്നും ആയി കാണില്ലെന്നേ ഉള്ളൂ. എല്ലാ കാലത്തും പ്രേമമില്ലാത്ത ആരാ ഉള്ളത്? മനുഷ്യരാകുമ്പോൾ പ്രേമിക്കും, ചിലപ്പോൾ ഒളിച്ചോടും, ചിലപ്പോൾ കല്യാണം കഴിക്കും. അതൊന്നും സക്സസ് ആകണമെന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും അത്രയും വിശാലമായി ചിന്തിക്കുന്ന ആളുടെ മോളെ കല്യാണം കഴിക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഭാര്യയോട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ പഴയ ഹിസ്റ്ററി അവളും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അത്തരം സംഭാഷണങ്ങളൊന്നും ഞങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു. പക്ഷേ ആദ്യ ദിവസം മുതൽ അവൾക്ക് നല്ല താല്പര്യമായിരുന്നു. ഞാൻ ക്ഷീണമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ക്ഷീണം കൊണ്ടാടേണ്ട ഒരു ദിവസമല്ല ഇന്ന്. ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി അറിയേണ്ട ദിവസമാണ്. ചേട്ടൻ ആക്റ്റീവായിരിക്കണം. എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് ആദ്യ ദിവസം ക്ഷീണമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറഞ്ഞ് അവൾ എന്നെ നയിച്ചെടുക്കുകയായിരുന്നു. നല്ല രീതിയിൽ അവൾക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. അതവളോട് ഞാൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞത്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിങ്ങളുടെ പാസ്റ്റ് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ചോദിച്ചില്ലല്ലോ. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പുരുഷൻ എന്നുള്ള നിലയിൽ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് സ്ത്രീ എന്നുള്ള നിലയിലും. അതുമാത്രം ആലോചിച്ചാൽ മതി. എൻജോയ് ചെയ്യാനുള്ളതാണ് വിവാഹ ജീവിതം. പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതം കുളമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യ ദിവസം മുതൽ അവൾക്ക് ആവേശമുണ്ടായിരുന്നു. മാഡം, സാധാരണ പെണ്ണുങ്ങൾ ഈ ഡേറ്റ്സൊക്കെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും താല്പര്യം പ്രകടിപ്പിക്കില്ല, മാറി നിൽക്കും. പക്ഷേ ഇവൾക്ക് അങ്ങനെയല്ല. യാതൊരു വിധത്തിലും ഞാൻ എവിടേക്കെങ്കിലും പോകാൻ ഇവൾ സമ്മതിക്കില്ല. ആ സമയത്തെങ്കിലും ഒരു റെസ്റ്റ് വേണ്ടേ നിനക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനല്ലേ നിശ്ചയിക്കുന്നത്. എനിക്ക് ഒരു ദിവസം പോലും വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. എല്ലാ ദിവസവും എനിക്ക് കർമ്മപഥത്തിലൂടെ ചുറ്റിക്കറങ്ങണം എന്ന് പറയും മാഡം. അമിതമായ ആവേശക്കാരിയാണ്. നേരം മങ്ങിയാൽ തന്നെ അവളുടെ സ്വഭാവം അങ്ങ് മാറും. പകൽ സമയത്ത് അവളൊരു മാലാഖയാണ്. രാത്രിയിൽ അവൾ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല.
എക്സ്പ്രസ് ട്രെയിനോ എന്തോ മതി വരാത്ത ഒരു സ്റ്റോപ്പിലും നിർത്താത്ത ഒരാളാണ്. പക്ഷേ ഇതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ അക്കിടി പറ്റി മാഡം. അവൾക്ക് ഡേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അലകടൻ അടങ്ങിയില്ലല്ലോ. അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളായി. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ പ്രശ്നമായിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുക, അങ്ങനല്ലേ ചെയ്യേണ്ടത്. എനിക്കതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങൾ ഒന്നും അറിയില്ല. ആകെ നീറ്റലും വേദനയൊക്കെ വന്നപ്പോഴാണ് ഡോക്ടറെ കാണാൻ പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇൻഫെക്ഷനാണ്, ഇങ്ങനെയുള്ള സമയത്ത് ഒത്തിരി ശ്രദ്ധിക്കണം, അവോയ്ഡ് ചെയ്യുക, സ്ത്രീകൾക്കും അതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇവളിങ്ങനെ തലതെറിച്ച് നടക്കുകയാണെന്നുള്ള കാര്യം ഡോക്ടറോട് പറയാൻ പറ്റുമോ? പക്ഷേ അബദ്ധം കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അവളാണെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ കുറ്റം പറയുകയാണ്. പിന്നെ ലോകത്ത് ആദ്യമായിട്ടാണ് ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ. അപ്പോൾ ആദ്യകാലം മുതലുള്ള മനുഷ്യരൊക്കെ എങ്ങനെയായിരുന്നു? തോന്നുമ്പോൾ അതിൻ്റെ രസം അനുഭവിക്കണം, അതിനാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. ഇവൾക്ക് ഒന്നിൽ പിഴച്ചാൽ മൂന്നിൽ തീരുന്ന ടൈപ്പല്ലെന്ന് എനിക്ക് മനസ്സിലായി. മുപ്പാരും ഇവൾ അടക്കി വാഴും. ഡോക്ടറോട് ഇപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ ഡോക്ടർ പറഞ്ഞേനെ അമിതമായ ആസക്തി ഒരു രോഗമാണെന്ന്. അത് നീ വായിച്ചിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഭാര്യ വയലൻ്റാകാൻ തുടങ്ങി. നിങ്ങളെന്നെ അടിമുടി കളിയാക്കുകയാണ്. എൻ്റെ സ്ത്രീത്വത്തെ നിങ്ങൾ കളിയാക്കി. എൻ്റെ ആഗ്രഹത്തെ നിഷേധിക്കുന്ന ആളാണോ ഭർത്താവ്? ആണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് പറയരുത്. എപ്പോഴും ഭാര്യ ആവശ്യപ്പെടുമ്പോൾ റെഡിയായി നിൽക്കണമെന്ന്. ഞാൻ ചോദിച്ചു, നിനക്ക് കല്യാണത്തിന് മുമ്പ് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ ആയത്? എത്ര കാമുകന്മാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്തായാലും നിങ്ങൾ അത്രയും വരികയില്ല, നിങ്ങളാണല്ലോ ഒളിച്ചോട്ട വീരൻ. ഞാൻ ആരുടെ കൂടെയും ഒളിച്ചോടിപ്പോയിട്ടില്ല. പക്ഷേ എനിക്ക് കാമുകന്മാരുണ്ടായിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾ എനിക്കറിയുകയും ചെയ്യാം. പക്ഷേ നിങ്ങളെക്കാൾ കരുത്തരും മിടുക്കരുമായിരുന്നു അവരെല്ലാം. അവരെ ആരെങ്കിലും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ദുഃഖിക്കേണ്ടി വരില്ല. എല്ലാം എൻ്റെ അമ്മയുടെ കാരണമാണ്. അമ്മയാണ് പറഞ്ഞത്, ജാതകമാണ്, മാങ്ങാത്തൊലിയാണ്, തേങ്ങാക്കൊലയാണെന്ന് പറഞ്ഞ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത്. ഇങ്ങനെയാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും വല്ലാത്തൊരു മനസ്ഥിതിയിലായി. എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവളുടെ അമ്മയെ കണ്ട് എല്ലാം തുറന്ന് പറഞ്ഞതല്ലേ പണ്ട്, അപ്പോൾ ഇതും തുറന്ന് പറയാമെന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിച്ചു മാറ്റി നിർത്തി കാര്യങ്ങൾ പറഞ്ഞു. അമ്മയപ്പോൾ ഒന്നും വേണ്ടിയില്ല. എടാ, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിനക്കത് സഹിക്കാൻ കഴിയണം. കാര്യം നിനക്കും കുറവുകളുണ്ടല്ലോ. അമ്മേ, അവൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് പെരുമാറുന്നതെന്ന്. അത് കാണുമായിരിക്കാം. അവളുടെ ഹിസ്റ്ററി എനിക്കറിയില്ല, പക്ഷെ നിൻ്റെ ഹിസ്റ്ററി നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അതറിഞ്ഞുകൊണ്ട് ഞാനും അവളും കല്യാണത്തിന് തയ്യാറായി. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണമെന്ന് പറഞ്ഞു. അതിന് ഞാൻ യന്ത്രമല്ലല്ലോ അമ്മയെന്ന് ചോദിച്ചപ്പോൾ, യന്ത്രം പോലെയാണടാ പുരുഷന്മാർ. ജീവിതത്തിൽ വീട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, യന്ത്രം പോലെ. അപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയും പറ്റും, നീ അങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി കാണിച്ചത്. പക്ഷേ ഭാര്യയുടെ വിക്രയകൾ കൂടി വന്നു. എനിക്ക് വയ്യാന്നോ മൂടില്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മൂടില്ലാത്ത ആളിയായി കുലുങ്ങിത്തുള്ളും. പിന്നീട് വലിയ വഴക്കും വക്കാണൊക്കെയാണ്. അത് ആദ്യം മുറിക്കുള്ളിലായിരുന്നു, പിന്നീടത് പുറത്തേക്ക് വരാൻ തുടങ്ങി. എൻ്റെ സഹോദരനും അമ്മയുമൊക്കെ എന്താ പ്രശ്നം ചോദിക്കാൻ തുടങ്ങി. എനിക്ക് നാണക്കേടായിരുന്നു മാഡം. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഞാനും അവളും കൂടെ അവളുടെ വീട്ടിൽ പോയി നിൽക്കും. അവിടെ ആകുമ്പോൾ അമ്മയ്ക്കറിയാമല്ലോ, അമ്മ ഇതൊന്നും കേട്ട് പുറത്തു വരികയോ അല്ലെങ്കിൽ വഴക്കിൽ ഇടപെടുകയോ ചെയ്യുകയില്ല. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഗുളികളുടെ സഹായത്തോടു കൂടിയാണ് കാര്യങ്ങളിലേക്ക് കടന്നിരുന്നത്. കാര്യം എൻ്റെ ഒരു ഫ്രണ്ട് മെഡിക്കൽ സ്റ്റോർ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങും. കാരണം ഇവളുടെ ഒച്ചപ്പാടും ബഹളം കൊണ്ട് എനിക്ക് കിടക്കപ്പുറത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ ചില സമയത്ത് കാര്യമായ കാര്യങ്ങളൊന്നും പ്രാപ്തിയില്ലാതെയുമായി. ചിലപ്പോൾ കഴിവ് നഷ്ടപ്പെട്ടു എന്ന് പോലും തോന്നിപ്പോകും മാഡം. അത്രയ്ക്കും ഒരു വല്ലാത്ത ചക്രമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ചുറ്റിക്കൊണ്ടിരുന്നത്. ഭാര്യയെ ഇത് അമിതമായ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വന്നില്ല. എന്നോട് വഴക്കുണ്ടാക്കുകയാണ് ചെയ്തത്. ഞാൻ തനിയൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് കുറയ്ക്കാൻ ഇത്തിരി പാടാണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം ആ പെൺകുട്ടി ഇങ്ങനെ മാറിയത്. ചിലർക്ക് അങ്ങനെയുണ്ട്. ആസക്തി കൂടിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊന്നിനോടും അഡിക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളാണ്. മദ്യപാനമാണെങ്കിലും അല്ലെങ്കിലും മനുഷ്യൻ്റെ ചില ആസക്തികൾ പരിധി കടന്നാൽ പ്രശ്നമാണ്. അവളെ ഒരു കൗൺസിലിങ്ങിന് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ 8ക്കും 7ക്കും അടുത്തില്ല മാഡം. ഞാൻ കാലാകാലങ്ങളായി കഷ്ടപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലായി. ഒന്നുകിൽ ഇവളെ ഉപേക്ഷിക്കണം. അവസാനം ഞാൻ അമ്മായിമ്മയായിട്ടൊരു സന്ധി സംഭാഷണത്തിന് തയ്യാറായി. എന്താണ് ഇവൾക്കിങ്ങനെ പ്രശ്നം, എന്തുകൊണ്ടാണ് ഇവളിങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ചോദിച്ചു. ആദ്യമൊന്നും അവർ പിടിതന്നില്ല. അത് കഴിഞ്ഞ് അവർ കാര്യങ്ങൾ പറഞ്ഞു.
കാരണം 10 വർഷത്തിന് മുമ്പാണ് അവരുടെ ഭർത്താവ് മരിച്ചു പോയത്. ഈ ഒരു മകൾ മാത്രമേ അല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ കുറച്ചുകൂടി ചെറുപ്പക്കാരനായ ഒരാളെ കല്യാണം കഴിച്ചു. അയാളുടെ പ്രായവും ഈ സ്ത്രീയുടെ പ്രായവുമൊക്കെ ഏകദേശം വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു. അയാൾ നല്ല സുന്ദരനായിരുന്നു. അയാളുടെ സൗന്ദര്യം കണ്ടു തന്നെയാണ് അമ്മായിയമ്മ അയാളെ കല്യാണം കഴിച്ചത്. വീട്ടിൽ വന്നു. പുതിയ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും വലിയ മകളാണെങ്കിലും അച്ഛാന്നൊക്കെ വിളിച്ച് ഇവളും കൂടെ കൂടി. പഴയ ഭർത്താവിനേക്കാൾ ചെറുപ്പക്കാരനായ രണ്ടാം ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ സമാധാനിച്ചു, സന്തോഷിച്ചു. കാര്യം രണ്ടാമത്തെ ഭർത്താവിന് ഇൻട്രസ്റ്റ് ഒത്തിരി കൂടുതലാണ്. പഴയ ഭർത്താവിൻ്റെ ബാറ്ററി എല്ലാം തീർന്നു പോകാവുന്ന സമയത്താണ് അദ്ദേഹം മുകളിലേക്ക് പോയത്. ആ സമയത്താണ് അമ്മായിയമ്മയ്ക്ക് തേന്മഴ പൊഴിക്കാൻ പറ്റിയ ഒരു രണ്ടാം ഭർത്താവിനെ കിട്ടിയത്. അയാളുടെ സുഖലാളനങ്ങളിൽ അമ്മായിയമ്മ ആകെ അങ്ങ് മയങ്ങി. അതുമാത്രമല്ല, മകളോട് അയാൾക്ക് നല്ല വാത്സല്യമുണ്ട്, നല്ല രീതിയിൽ സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അമ്മായിയമ്മയ്ക്ക് കിട്ടേണ്ടത് കിട്ടിയത് ഇപ്പോഴാണ് എന്നുള്ള ധാരണയായിരുന്നു. അങ്ങനെ അവർ മയങ്ങി കഴിഞ്ഞു. മകളോട് അമിതമായ വാത്സല്യം രണ്ടാം ഭർത്താവ് പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോഴും ഒരു സംശയം തോന്നിയില്ല. പക്ഷേ 17 വയസ്സായപ്പോഴേ അമ്മയെ കടത്തിവെട്ടി മകൾ കളത്തിലങ്ങിറങ്ങി. ഒരു ദിവസം അമ്മ ഒരു കല്യാണത്തിന് പോകാനായി ഇറങ്ങി. ഇവർ രണ്ടുപേരും വരുന്നില്ല. വരണ്ടാന്ന് വിചാരിച്ച് അമ്മായിയമ്മ കല്യാണത്തിന് പോയി. പക്ഷേ കല്യാണത്തിന് പോയ വണ്ടി കേടായി. അവിടുന്ന് പുറപ്പെട്ട് ഒരു 3 കിലോമീറ്റർ മാറിയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി പുതിയ വണ്ടി വരണം. അവരവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ അമ്മായിയമ്മയ്ക്ക് ഇനിയിപ്പോൾ കല്യാണത്തിന് പോകണ്ട, വീട്ടിൽ പോയേക്കാന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വന്നു. അപ്രതീക്ഷിതമായ വീട്ടിൽ കയറി വന്ന അമ്മായിയമ്മ കണ്ടത് അവിടുത്തെ ലാസ്യവിലാസമാണ്. അച്ഛനും മകളുമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ അവിടെ അച്ഛനുമല്ല മകളുമല്ല. ഇതിൽ അമ്മായിയമ്മയെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾക്കായിരുന്നു ആക്രാന്തവും ആവേശവും കൂടുതൽ. കൈയോടെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ അവിടെ പ്രശ്നമുണ്ടാക്കി. എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടിയെ അയാൾ സ്വന്തമാക്കി എന്നുള്ള രീതിയിൽ തന്നെയാണ് അമ്മായിയമ്മ നല്ല രീതിയിൽ പ്രതികരിച്ചത്. പക്ഷെ അവൾക്കത് പ്രായപൂർത്തിയൊക്കെ ആയിരുന്നു. എങ്കിലും അമ്മായിയമ്മയ്ക്ക് അയാളാണ് കുറ്റം പറയാനുള്ളത്. അയാളല്ലേ സീനിയർ. ഇത്രയും മകളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കൊച്ചു പെണ്ണിനെ ഇങ്ങനെ ആക്കിയെടുക്കാമോ എന്ന് വിചാരിച്ചാണ് അമ്മായിയമ്മ അന്ന് വയലൻ്റായത്. അയാളെന്ന് അമ്മായിയമ്മയോട് കാല് പിടിച്ച് പറഞ്ഞു, അല്ല, ഞാൻ അവളുടെ അടുത്തേക്ക് പോയിട്ടില്ല, അവളാണ് ഇങ്ങോട്ട് വന്നത്, എവിടെ നിന്നാലും വന്നിരിക്കും. അത് കഴിയുമ്പോഴേക്കും അവളുടെ കൈകൾ ആവേശത്തിൽ വഴി കാണിക്കാൻ വേണ്ടി ചെല്ലുന്നത് പോലെ പ്രവർത്തിക്കും. അത് കഴിഞ്ഞ ശേഷം അവൾ അളവെടുക്കും. പിന്നെ അവൾ മുട്ടുകാലിൽ കുത്തിയിരുന്ന് പല പൂജാദ്രവ്യങ്ങളും നീതിക്കും എന്നെല്ലാം അയാൾ ഉറക്കെ പറഞ്ഞു. പക്ഷേ അമ്മായിയമ്മയ്ക്ക് അതൊന്നും വിശ്വാസമായില്ല. ഒരിക്കലും അങ്ങനെയല്ല, അവൾ അങ്ങനെയല്ല, അവളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. അവളുടെ അച്ഛൻ ഒരു പാവമായിരുന്നു, അവൾക്കൊന്നും അറിയില്ല. നിങ്ങളാണ് അവളെ ഇത്രയും ആവശ്യക്കാരിയും ആക്കിയെടുത്തത് എന്ന് പറഞ്ഞ് അയാളോട് വഴക്കിട്ടു. പിന്നീട് അയാളെ അമ്മായിയമ്മ ഉപേക്ഷിക്കുകയും ചെയ്തു. നിരുപാധികം അയാൾ എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ അമ്മായിയമ്മ അയാളെ ഇറക്കി വിടുകയാണ് ചെയ്തത്. ഒരു സുപ്രഭാതം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മകളെ കാണാനില്ല. രണ്ടാനച്ഛനെ തേടി മകൾ അമ്മയോട് പറയാതെ സ്ഥലം വിട്ടതാണ്. ഒരു ഊഹം വെച്ച് അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവൾ അവിടെയുണ്ട്. അയാളെ പല കാര്യങ്ങൾക്ക് ഇവൾ നിർബന്ധിക്കുകയാണ്. വേണ്ട, തെറ്റുപറ്റിപ്പോയി, ഇനി അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൾ അയാളെ കയറി ഉപദ്രവിച്ചു. അന്ന് ഇവൾ വയലൻ്റായി പ്രതികാര ദുർഗയായിട്ട് അവസാനം പിടിച്ചു വലിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോഴേക്കും രണ്ടാം ഭർത്താവിനെ അവർ ഭീഷണിപ്പെടുത്തി. കൊച്ചു പെൺകുട്ടിയാണ്, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അവസാനം അയാൾ നാട് വിട്ട് ഗൾഫിലങ്ങ് പോയി ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ഗൾഫിലെങ്ങുമാണ്, നാട്ടിലേക്ക് അധികം വന്നിട്ടേ ഇല്ല. ഇവൾ മൂലമാണ് അയാൾ പോയത്. അപ്പോഴും ഇവർ വിശ്വസിച്ചത് അയാളാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചതെന്ന്. പക്ഷേ പിന്നീട് മകൾ തന്നെ അമ്മയോട് പറഞ്ഞു, അങ്ങേരെ വെറുതെ ഇരിക്കുകയായിരുന്നു, ഇവൾ അങ്ങോട്ട് ചെന്നതാണെന്ന്. നിനക്ക് എങ്ങനെ അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൾ പറയുകയാണ്, 10-14 വയസ്സിലെ അവൾക്ക് ആണുങ്ങളെ കാണുമ്പോൾ വലിയ ആഹ്ലാദവും ഇഷ്ടമൊക്കെ തോന്നി. പിന്നീട് പലയിടത്തു നിന്നും കിട്ടിയ ചില അറിവുകളുണ്ടല്ലോ, വീഡിയോ ആണെങ്കിലും ഇപ്പോൾ മാസികയാണെങ്കിലും അതൊക്കെ വായിച്ച് അവൾക്ക് കാര്യങ്ങൾ ഏകദേശം പെട്ടെന്ന് പിടികിട്ടി പോലും. അത് കഴിഞ്ഞതിൽ പിന്നെ അവളുടെ അടുത്ത് വന്നിരുന്ന അവൾക്ക് ഇഷ്ടമുള്ള പുരുഷന്മാരെയെല്ലാം അവൾ കടന്നുകയറ്റം ചെയ്തിട്ടുണ്ട്. ആ കഥ കേട്ട് ശരിക്കും അമ്മായിമ്മ ഞെട്ടി. കാരണം സാധാരണ പുരുഷന്മാരാണല്ലോ ഇങ്ങനെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുക. ഇവൾ അങ്ങനെയല്ല, തിരിച്ചായിരുന്നു. ഈ കഥകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തല ചുറ്റി. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ചികിത്സിക്കാതെ അമ്മ എന്തിനാണ് എൻ്റെ മേൽ കെട്ടിവെച്ചെന്ന് ചോദിച്ചു. അപ്പോൾ അവളെ ഞാൻ ചികിത്സിക്കാൻ വിളിച്ചിട്ട് അവൾ വന്നില്ല.
പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു. വിവാഹത്തിനൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമല്ലേ? ഇപ്പോൾ അവളുടെ ആറ്റിറ്റ്യൂഡ് മാറിയെന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ആരുമായിട്ടെങ്കിലും ബന്ധമുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവളുടെ നിൽക്കില്ലായിരുന്നു, ഹോസ്റ്റലായിരുന്നു ഭൂരിപക്ഷ സമയവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞമ്മേ, അവിടെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ കാണും, അതുകൊണ്ടായിരിക്കും അവൾ പോയത്. മോനെ, അവൾ നന്നായെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ് അമ്മായിമ്മ കരഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മായിമ്മയെ ചേർത്ത് പിടിച്ചു. സാരമില്ലമ്മേ, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഇവളെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടറെ അടുത്ത് എത്തിക്കാമെന്ന്. ഇല്ല, അവൾ ബുദ്ധിമതിയാ, വരത്തില്ല, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ എവിടുന്നോ നക്ഷത്രം പൊട്ടി വീണതുപോലെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഉടനെ തന്നെ അവൾ തുടങ്ങി, ആ കൊള്ളാം, മരുമകനെ പിടിച്ച് അമ്മായിമ്മ വലയിൽ വീഴ്ത്തി വെച്ചിരിക്കുകയാണ്. ചുമ്മാതാണോ എൻ്റെ ഭർത്താവ് എന്നോട് താല്പര്യം പ്രകടിപ്പിക്കാത്തത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ മാറി തന്നേനുമല്ലോ. എനിക്കും ഇഷ്ടമുള്ള ആളുകളുണ്ട്, അവരുടെ കൂടെ പോകാൻ എനിക്കും അവസരം ഒരുക്കിയതിനുമല്ലോ. വെറുതെ എന്തിനാണ് കല്യാണം കഴിച്ച് ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവള് വട്ടിളകി തുള്ളി മാടും. അപ്പോഴേക്കും അമ്മ പറഞ്ഞ്, അങ്ങനെയൊന്നുമില്ല മോളെ, നിനക്ക് വെറുതെ തോന്നിയാണ്, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊന്ന് സെൻറ്റിമെൻറ്റ്സ് ആയപ്പോൾ അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാണെന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ എടുത്ത വാക്കി പറയുകയാണ്, ആ അങ്ങനെയൊന്ന് കെട്ടിപ്പിടിച്ചാലൊന്നും ആശ്വസിക്കുന്ന ടൈപ്പല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ് മുട്ടിനൊരു തെറിയാണ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മയ്ക്ക് ഭയങ്കരമായ വിഷമമായി. ആദ്യം അവർ തലകുലിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അവൾ പിന്നെയും ഇത് തുടർന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, കണക്കായി പോയിടി, നിനക്ക് ഇങ്ങനെ പല മതിലും ചാടാമെങ്കിൽ എനിക്ക് എൻ്റെ മരുമകനോടെ പോയാൽ എന്താ കുഴപ്പം, അവൻ എൻ്റെ തങ്കക്കുടമാണ് എന്ന് പറഞ്ഞ് അമ്മായിയമ്മ എന്നെ അവളുടെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ചു. അവൾ പിന്നെയും എന്തൊക്കെ പറഞ്ഞു. അമ്മായിയമ്മ അങ്ങനെ തന്നെ ഇരുന്നു. ആ സമയത്ത് ഞാനൊന്നും പ്രതികരിച്ചില്ല. പിന്നീട് അവളോട് ഞാൻ പല എക്സ്പ്ലനേഷനും പറഞ്ഞു. അവൾ പറഞ്ഞു, എനിക്കൊന്നും നിങ്ങളുടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, നിങ്ങളുമായിട്ട് വിവാഹമോചനം ചെയ്യുന്നത് നല്ലതെന്ന് തോന്നുന്നു പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞെട്ടലായി. ഒരു കൗൺസിലിങ്ങോ ട്രീറ്റ്മെൻറ്റോ എല്ലാം കൊടുത്ത് ഭാര്യ നന്നാക്കാമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിച്ചിട്ട് ഇത്ര നല്ലതായിട്ടുള്ളൂ, അതൊക്കെ വലിയൊരു പ്രശ്നമായി തീരുമല്ലോ. ഇതിപ്പോൾ കൂനുമേ കുരു പോലെ ആയല്ലോ. അവളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് തൊട്ട് ഇവൾ എൻ്റെ അടുത്ത് വരാറില്ല. അവൾക്കൊരു ആവശ്യമില്ല. സാധാരണ മത്ത് പിടിച്ച് വരാറുള്ളൊരു സ്ത്രീയാണ്. പിന്നീട് അവൾക്ക് എന്നെ വേണ്ട. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, നിങ്ങളും അമ്മയും തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ട് നിങ്ങളോട് എനിക്കുള്ള താല്പര്യം മുഴുവൻ നഷ്ടപ്പെട്ടു. എനിക്ക് താല്പര്യമുള്ളവരെ മാത്രമേ ഞാൻ ശല്യപ്പെടുത്തുകയുള്ളൂ. ശല്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും എനിക്ക് നിങ്ങളോട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളും അമ്മയും തമ്മിലുള്ള ജീവിതം തുടരുക. വേണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവൾ ഒരുങ്ങിക്കെട്ടി പല സ്ഥലത്തും പോകാൻ തുടങ്ങി. അമ്മയും ഞാനും കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇവൾ പറഞ്ഞു, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, ഞാൻ പല സ്ഥലത്ത് പോകും, എനിക്ക് പല ആവശ്യങ്ങളുമുണ്ടെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അവൾ തന്നെ തുറന്നൊരു ദിവസം സമ്മതിച്ചു, എനിക്ക് ഇതൊന്നുമില്ലാതെ ഒരാഴ്ച പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പക്ഷേ നിങ്ങളിനി വേണ്ട. അതുകൊണ്ട് അവളുടെ സ്ഥിരം കുറ്റികളായ പല സുഹൃത്തുക്കളുമുണ്ട്, അവരെ തേടി പോവുകയാണെന്ന് പറയുന്നത്. നിയന്ത്രിക്കാൻ പറ്റാത്ത ഇവളുടെ സ്വഭാവമായി അഡ്ജസ്റ്റ് ചെയ്യുന്ന വേറെ പല സുഹൃത്തുക്കളും ആണുങ്ങളൊക്കെ ഉണ്ടത്രേ. അവർക്ക് മണിക്കൂറുകളോളം ഒരു പ്രശ്നവുമില്ല. എന്ന് ചെന്നാലും റെഡി. നിങ്ങളെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ഞാൻ പല ആളുകളെ കണ്ടെത്തുന്നതാണ് എനിക്ക് നല്ലതെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. മാഡം, ഇതൊക്കെ പുറത്താരുടെങ്കിലും പറയാൻ പറ്റുമോ? വല്ലാത്തൊരവസ്ഥയായിരുന്നു. അമ്മായിമ്മയുടെ വീട്ടിലാണ് കൂടുതൽ ദിവസവും ഞാൻ താമസിക്കുക. അതുകൊണ്ട് തന്നെ അറിയാതെ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അടുത്തു. അല്ലെങ്കിൽ തന്നെ അവൾ പറയും എൻ്റെ റൂമിൽ നിറങ്ങിപ്പോയി അമ്മയുടെ റൂമിൽ കിടക്കാൻ. അങ്ങനെ ഒരു ദിവസം വഴക്കായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ തന്നെ പറഞ്ഞു, വാടാ, ഇനിയിപ്പം ഒന്നും നോക്കേണ്ട കാര്യമില്ല, എൻ്റെ പ്രായം നിനക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല, വരുമെന്ന് പറഞ്ഞ് അവളുടെ മുൻവെച്ച് തന്നെയാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയത്. അവളത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കിടന്ന് അട്ടഹസിക്കുകയോ ചിരിക്കുകയൊക്കെ ആയിരുന്നു. എന്തായാലും അന്ന് അമ്മായിമ്മ എന്നോട് പറഞ്ഞു, ഇനിയിപ്പോൾ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല, മോന് നഷ്ടപ്പെട്ടു പോയത് ഞാൻ തരാം, അല്ലാതെ അമ്മയുടെ കയ്യിൽ വേറെ ഓഫറുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. വേണ്ടമ്മ, നമുക്ക് മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു. മത്സരം വേണം മോനെ, ഓടി തോൽപ്പിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ സ്പീഡിൽ ഓടണമെന്ന് പറഞ്ഞു. അമ്മായിമ്മയും ചിലർക്കാരിയല്ല, ആവേശക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ച് അത് മകളെപ്പോലെയല്ല, പ്രേമം കലർന്ന ഒരാവേശമാണ്. അവൾക്ക് അങ്ങനെയല്ലേ മാഡം? ശരിക്കും മാനസികമായ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ മേൽ
പക്ഷേ അമ്മായിയമ്മ എനിക്കിപ്പോൾ സ്നേഹവും കൺസിഡറേഷനും പ്രതീക്ഷയും എല്ലാം തരുന്നുണ്ട്. മോനെ, നീ ഇവിടെ പിടിച്ചു നിൽക്കൂ, എൻ്റെ കൂടെ. അവൾ എന്തെങ്കിലും കാണിച്ചോട്ടെ. വിവാഹമോചനം വേണ്ടെന്നാണ് അമ്മായിമ്മ പറയുന്നത്. എനിക്ക് എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയില്ല. ആ ഭാര്യയും അമ്മയും വളർന്നു വന്ന സിറ്റുവേഷൻ, അവർ കടന്നുപോയ സിറ്റുവേഷൻസൊക്കെ ഈ പറയുന്ന കഥ പോലെയാണെന്ന് ദൈവത്തിനറിയാം. എനിക്കറിയില്ല എന്താണെന്ന്. ഇതിലെന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്തായാലും ഭാര്യയുടെ വഴിക്ക് കംഫർട്ടബിളായിട്ട് പോവുകയാണല്ലോ. നിങ്ങളിവിടെയും കംഫർട്ടബിളാണ്. അപ്പോൾ കേൾക്കുന്ന ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എന്ത് തീരുമാനം എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മായിമ്മ പറയുന്നത്, വേണ്ട മോനെ, ഇവിടെ നിൽക്ക്, വിവാഹമോചനം വേണ്ട, നിൻ്റെ ഭാര്യയായിട്ട് അവിടെ ഇരുന്നോട്ടെ, അവൾ പുറത്ത് കറങ്ങി നടന്നോട്ടെ, ഇവിടെ അമ്മയുണ്ടല്ലോ, നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ ഈ മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ ചികിത്സിക്കാൻ നിങ്ങൾ രണ്ടുപേരുടെ മുൻകൈ എടുക്കുക. അവൾ ചിലപ്പോൾ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചേക്കും. എങ്കിലും അവളെ പല കാര്യങ്ങളും പറഞ്ഞ് നയത്തിന് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ എത്തിക്കുക. അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഇത്രയും കുത്തഴിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഇത്രയും വിചിത്രമായി പെരുമാറുന്നൊരു സ്ത്രീക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. തിരുത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ എല്ലാവരും അവനവൻ്റെ കംഫോർട്ടിലങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവളെ നല്ലൊരു ഭാര്യയാക്കി നിങ്ങൾ കൂടെ കൂട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ പുറത്തു പോവുക. ഇതിൽ 3 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. അല്ല, അതിപ്പോൾ പുതുതായിട്ട് ഓപ്ഷൻസ് ആരും എന്ത് നൽകാനാണ്?